ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് കറിയാണ്. ഇത് കറി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഇതിങ്ങനെ ഒന്ന് ചെറിയൊരു തണുപ്പായതിനു ശേഷമേ നമുക്ക് നല്ല കളറൊക്കെ കിട്ടുള്ളൂ ബീഫ് കറിക്ക്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ബീഫ് കറി തയ്യാറാക്കുന്ന രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് ഞാൻ ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ബീഫ് കറിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി 1 കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഞാനൊരു കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ 5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇത്രയൊന്ന് ചതച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർക്കാതെ ഞാനൊന്ന് വേവിച്ചെടുത്തതാണ്. വെള്ളം വേവിച്ചെടുത്തതിന് ശേഷമാണ് ദാണ്ടെ കുക്കറിലോട്ട് വെള്ളം ചേർത്തില്ലെങ്കിലും അതിൽ നമ്മൾ വെള്ളം കുറച്ചുണ്ട്. ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ. ഓരോ കുക്കറിലും ഓരോ അളവാണ്. ഇപ്പോൾ എൻ്റെ കുക്കറിൽ ഞാൻ 4 വിസിലിട്ടതിന് ശേഷമാണ് വേവിച്ചെടുത്ത്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഇത്രയുമേ ചേർത്തിട്ടുള്ളൂ അതിലോട്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇത് ഇത്രയാണ്. ആദ്യം നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം എടുക്കാം. സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ടാൽ മതിയാകും. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം സവാള ചേർത്താലും മതിയാകും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേഗത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിച്ചെടുത്തതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴണ്ട് കിട്ടട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാല ഐറ്റംസ് ആണ്. ഞാനിത് ഗരം മസാല പൊടിയല്ല, കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ജാതിക്ക ഇതൊക്കെ കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇത് കൂടുതൽ ചേർത്താൽ ഭയങ്കര ഒരു മണവും ഇതൊക്കെ ആയിരിക്കും. ഞാനിത് കുറച്ച് വീതം ചെറിയ രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം നമ്മൾ ഒന്ന് ഇളക്കി മിക്സാക്കിയപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വലിയ പച്ചമുളകും ഞാൻ ടൊമാറ്റോയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് വലിയ പച്ചമുളകിന് എരിവ് കുറവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തത്. അതിലോട്ട് ഞാനൊരു 2 ചെറിയ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂണും 1.5 ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അതാണ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കളറും കൂടി കിട്ടത്തക്ക രീതിയിലാണ് ഈ 2 മുളക് പൊടിയും മിക്സ് ചെയ്ത് ചേർത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി 2 ടേബിൾ സ്പൂൺ. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഓഫാക്കേണ്ട കാര്യമില്ല, ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലിട്ട്.
അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുത്തപ്പോഴത്തേ ബീഫിൻ്റെ പീസുകളൊക്കെ ഞാൻ ഒന്ന് മാറ്റിയിട്ട് അതിലോട്ട് ആ കുക്കറിലോട്ട് കുറച്ച് വെള്ളമുണ്ട്. അതായത് ഈ ബീഫിൻ്റെ കൊഴുപ്പും ഇതൊക്കെ ആയിട്ടുള്ള നല്ല രീതിയിലെ വെള്ളമാണ്. നമ്മൾ അതിനെ ഇത് ബാലൻസ് വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ആ വെള്ളം ചേർത്തത് ഏതാണ്ട് ഒരു 1/2 ഗ്ലാസ്സോളമേ ആ വെള്ളമുള്ളൂ. ഇനി നമുക്ക് അതിലോട്ട് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇളം ചൂടുവെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സിലോട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ബീഫിൻ്റെ വെള്ളം 1/2 കപ്പും പിന്നെ 1.5 ഗ്ലാസ്, അങ്ങനെ നമ്മൾ ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇനി ഇതിലോട്ട് ചേർക്കാൻ നമ്മുടെ ബീഫാണ്, വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മസാലക്കൂട്ടിലോട്ട് ബീഫ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ചതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് കറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ്ട് ഇത് നമ്മൾ അരപ്പൊക്കെ നല്ലതുപോലെ ഈ ബീഫിലോട്ട് പിടിച്ച്, പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം തന്നെ ബീഫൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടാണ് നമ്മളിതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ബീഫ് കറി തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.